ഹലോ നമസ്കാരം എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും സ്ലോപ്സ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ നിന്നും ആ ലൈനിൻ്റെ y ഇന്റർസെപ്റ്റ്, x ഇന്റർസെപ്റ്റ് എന്നിവ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈനിൻ്റെ y ഇന്റർസെപ്റ്റ്, x ഇന്റർസെപ്റ്റ് എന്നിവ തന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. സോ ഷോർട്ടായിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കൊരു ലൈനിൻ്റെ y ഇന്റർസെപ്റ്റ് c എന്ന് തന്നിരിക്കുന്നു. ആ ലൈനിൻ്റെ സ്ലോപ്പ് m എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. ഇനി y ഇന്റർസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നുമില്ല, ഇത് നമ്മുടെ x ആക്സിസ് y ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ലൈൻ എവിടെയാണോ y ആക്സിസിൽ കട്ട് ചെയ്യുന്നത്, ഒറിജിനിൽ നിന്നും നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്ന പോയിന്റ് വരെ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ആ പോയിന്റ് എന്ത് ചെയ്യും, ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യും. ഇവിടുത്തെ പോയിന്റ് വരുന്നത് എന്താണ്, ഇതാ ഇവിടെയാണ് ഒറിജിൻ എന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മൾ വരച്ചേക്കുന്ന ലൈൻ എന്നുണ്ടെങ്കിൽ, ഇവിടെ കട്ട് ചെയ്യപ്പെടുന്ന പോയിന്റ് ഒറിജിനിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് c ആയതുകൊണ്ട് ആ പോയിന്റ് എന്ന് പറയുന്നത് 0c ആണ്. സോ c ആണ് ഇവിടുത്തെ y ഇന്റർസെപ്റ്റ്. ഇനി x ഇന്റർസെപ്റ്റ് എന്താണ്? x ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ x ആക്സിസിൽ ഈ ലൈൻ വന്നിട്ട് എവിടെയാണോ കട്ട് ചെയ്യുന്നത്, അപ്പോൾ x ആക്സിസിൽ ഇത് കട്ട് ചെയ്യുന്ന പോയിന്റ് മേ ബി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണെന്നെങ്കിൽ x ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് d0 ആണ്. അങ്ങനെയെങ്കിൽ d ആണ് ഇതിന്റെ ഈ ലൈനിന്റെ x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സോ ഒരു ലൈനിന്റെ y ഇന്റർസെപ്റ്റും അതിന്റെ സ്ലോപ്പും തന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ y = mx + c ആണ്. ഒരു ലൈനിന്റെ x ഇന്റർസെപ്റ്റ് d എന്നും അതിന്റെ സ്ലോപ്പ് m എന്നും തന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = m × x - d ആണ്. ഓക്കെ, ദെൻ ഒരു ലൈനിന്റെ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും മാത്രമേ തരുന്നുള്ളൂ, സ്ലോപ്പ് ഒന്നും തരുന്നില്ല. x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും മാത്രമേ തരുന്നുള്ളൂ. x ഇന്റർസെപ്റ്റ് ഇവിടെ എയും y ഇന്റർസെപ്റ്റ് b ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതിന്റെ ഇക്വേഷൻ എഴുതാൻ. എങ്ങനെയാണ് എഴുതുന്നത്? x/x ന്റെ ഇന്റർസെപ്റ്റ് പ്ലസ് y/y യുടെ ഇന്റർസെപ്റ്റ് =1 വരും. അതായത് x/a + y/b =1 വന്നാൽ മതി. അങ്ങനെയാണ് നമ്മൾ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ഒരുപോലെ a b എന്നിങ്ങനെ ഒരുപോലെ തന്നിരുന്നാൽ എങ്ങനെ അത് വെച്ചിട്ട് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. സോ ഇതാണ് ജസ്റ്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇതിന്റെ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമാണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഫിഗറിലോട്ട് നോക്കുക. ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ലൈൻ L ആണ്. L എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ax + by + c = 0 എന്ന് പറയുന്നതാണ് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഒരു ലൈനിന്റെ ഇക്വേഷന്റെ ജനറൽ ഫോം എങ്ങനെയാണ് പഠിച്ചത്? y = mx + c. y = mx + c യിൽ c എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. m ആണ് ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് നമ്മൾ പഠിച്ചു. സോ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ax + by + c = 0 എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ആ ഒരു ലൈനിന്റെ ഇക്വേഷനെ റീഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ആ ലൈനിനും തൊട്ട് മുകളിലായിട്ട് ഒരു പോയിന്റ്, എവിടെന്നെങ്കിലും ഒരു പോയിന്റ് എടുത്തു, x1 y1 px1 y1. ആ പോയിന്റിൽ നിന്നും ആ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്നും നമ്മൾ ഈ ഫിക്സ് ചെയ്ത ലൈനിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, ആ ലൈൻ നിലവിൽ എടുത്തിരിക്കുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ d എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ d എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് px1 y1 ടു ദ ലൈൻ L. സോ അങ്ങനെ d എങ്ങനെ കണ്ടുപിടിക്കുന്നു? d കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. a × x1 + b × y1 +
സി ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. ഇതാണ് എന്ത്? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. ഇത് നെഗറ്റീവ് ആവും, ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല, നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മോഡുലസ് എടുക്കുക. ഇതാണ് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇക്വേഷനകത്ത് പഠിക്കാനൊന്നുമില്ല. നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ നോക്കുക. ലൈൻ്റെ ഇക്വേഷനകത്ത് എ എക്സ് വൺ പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതിനകത്ത് എക്സ് വൈ വരുന്ന വേരിയബിൾസ് ഉണ്ട്. അവിടെ നമ്മൾ എക്സ് വൺ വൈ വൺ കോർഡിനേറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ ഉണ്ട്, ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ? ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയി. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 - 5 ഫ്രം ദ ലൈൻ 3x - 4y - 26 is equal to 0. അപ്പോൾ ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. ഈ ലൈൻ്റെ ഇക്വേഷനും ഒരു പോയിന്റും തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഈ പോയിന്റ് ഈ പറയുന്ന ലൈനിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡി ഈസ് ഈക്വൽ ടു എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നു. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ആരാണ്, ബി ആരാണ്, എക്സ് വൺ ആരാണ്, വൈ വൺ ആരാണ്, ഇതൊക്കെ അറിയണം. എക്സ് വണ്ണും വൈ വണ്ണും ആരാണ്? നമ്മുടെ പോയിന്റ് ആണ്. 3 - 5 എന്ന് പറയുന്ന പോയിന്റിലാണ് എക്സ് വണ്ണ് വൈ വണ്ണ് കിടക്കുന്നത്. ഇനി എ ആര് വരും? എ 3 വരും. ബി ആര് വരും? ബി -4 വരും. സി ആര് വരും? സി -26 വരും. ജസ്റ്റ് ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുന്നത് 3 × 3 എന്ന് വരും. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് -4 ആണ്. -4 × വൈ വൺ എന്ന് പറയുന്നത് -5 വരും. ദെൻ പ്ലസ് സി എന്ന് പറയുമ്പോൾ -26 വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 3² പ്ലസ് -4ൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. ഇത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ്. 3² 9 ആണ്, -4ൻ്റെ സ്ക്വയർ 16 ആണ്. അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 കിട്ടും. കാരണം 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് 5. നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്നില്ല, ആ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? 5 എന്ന് എഴുതുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്തായാലും ചെയ്തുകൊണ്ട് പോവല്ലേ. സോ 3² പ്ലസ് -4 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ, എഴുതാം. ഇനി ന്യൂമറേറ്റർ എന്ത് വരും? ന്യൂമറേറ്ററിൻ്റെ അവിടെ ചെയ്യുന്നതിന് മുന്നേ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സൈൻ കൊടുക്കുക. 3 × 3 9 പ്ലസ് 4 × 5 20 എന്ന് വരും. -26 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ദാറ്റ് ഈസ് 20 + 9 - 26 3 ഡിവൈഡഡ് ബൈ 5 3/5 എന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണ് ഈ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്. 2 പാരലൽ ആയിട്ടുള്ള ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ പാരലൽ ലൈൻസ് വെച്ചിട്ട് പണ്ട് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മളൊരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈൻസിൻ്റെ എന്ത് ഈക്വൽ ആണ്? സ്ലോപ്പ് ഈക്വൽ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്ലോപ്സ് സെയിം ആണെന്നുള്ളത്. സ്ലോപ്പ് സെയിം ആകുമ്പോൾ എന്തായേ പറ്റത്തുള്ളൂ? ആ 2 ലൈനിൻ്റെ ഇക്വേഷൻ ഒരു പെക്യുലാരിറ്റി കാണും. എന്തായിരിക്കും പെക്യുലാരിറ്റി? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും ഈക്വൽ ആയിരിക്കും. ആ 2 ലൈൻസിൻ്റെ പാരലൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഓൾവേസ് ഈക്വൽ. 2 കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആയിരിക്കും. പിന്നെ അവിടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ആ കോൺസ്റ്റൻ്റ് ആണല്ലേ. ഇവിടെ C1 ഉണ്ട്, അതേസമയം ഇവിടെ C2 ആയി മാറി. ബാക്കി എല്ലാം എന്താണ്? സെയിം ആണ്. സോ ഈ 2 ലൈൻസ് AX + BY + C1 is equal to 0, AX + BY + C2 is equal to 0. ഇതാണ് നമ്മൾ എടുക്കുന്ന 2 പാരലൽ ലൈൻസ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ എന്തെടുത്തു? D എന്നെടുത്തു. സോ ആ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് C1 - C2. ആ കോൺസ്റ്റൻസ് അതിൻ്റെ ഡിഫറൻസ് കാണുന്നു. ദ ഹോൾ ഡിവൈഡഡ് ബൈ A² + B².
അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൈൻസ്, രണ്ട് പാരലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. സിമ്പിൾ ഇക്വേഷൻ ആണ്. D is equal to absolute value of C1 minus C2 the whole divided by root of A square plus B square. സോ അത് വെച്ചിട്ടൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 3x minus 4y plus 7 is equal to 0. നെക്സ്റ്റ് ഇക്വേഷൻ, ലൈൻ ഇക്വേഷൻ 3x minus 4y plus 5 is equal to 0. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പാരലൽ ആണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? ഇവിടെ ഫസ്റ്റ് കോൺസ്റ്റന്റ് C1 എന്ന് പറയുന്ന 7ഉം സെക്കൻഡ് കോൺസ്റ്റന്റ് C2 എന്ന് പറയുന്നത് എന്ത് വരും? 5 വരും. സോ നമ്മുടെ ഇക്വേഷനിലോട്ട് പോകുന്നു. ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? D is equal to C1 minus C2 the whole divided by root of A square plus B square. C1 minus C2 7 minus 5. root of A square plus B square നോക്കിയേ. ഇവിടെ A എന്താണ്? ഇവിടെ A എന്ന് പറയുന്നത് 3 വരും, B എന്ന് പറയുന്നത് -5 വരും. 3 square minus 3 square plus minus 4 square എന്ന് പറയുന്നത് 9 plus 16 25 വരും. 25ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 5 കിട്ടും. 7 minus 5 ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 2/5 വരും. ആൻസർ 2/5 എന്ന് വരും. ന്യൂമറേറ്റർ 2 വരും, ഡിനോമിനേറ്റർ 5 വരും. ഫൈനൽ ആൻസർ 2/5 എന്ന് വരും. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ, കോർഡിനേറ്റ്സ് ഓഫ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈൻ നോക്കുക. L എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എടുക്കുന്ന ഇക്വേഷൻ AX plus BY plus C is equal to 0 എന്ന് പറയുന്ന ഒരു ലൈനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ വരുന്ന ലൈനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ദെൻ P എന്ന് പറയുന്നത് Px1 y1 കോർഡിനേറ്റ്സ് ഉള്ളൊരു പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ജസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ലൈനും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പെർപെൻഡിക്കുലർ വരച്ച പോലെ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത്. ആ പെർപെൻഡിക്കുലർ എവിടെ വന്ന് ടച്ച് ചെയ്യുന്നു? ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈനിന്റെ ഒരു പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ടച്ച് ചെയ്യപ്പെടുന്ന പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് എവിടാണോ വരുന്നത് അതിന്റെ കോർഡിനേറ്റ്സ് ആണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടുത്തെ x2 y2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ്. മനസ്സിലായി കാണുമല്ലോ. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈന് നമ്മൾ എടുക്കുന്നു, ആ ലൈനിൽ നിന്ന് കുറച്ച് മാറി ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിൽ നിന്ന് ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് എവിടാണോ വരുന്നത് അതിന്റെ കോർഡിനേറ്റ്സ് ആണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇക്വേഷൻ ചെയ്യുന്നതെന്ന് നോക്കി. x2 is equal to x1 minus ak. അതാണ് ഒന്നാമത്തെ കോർഡിനേറ്റ്. അതായത് x കോർഡിനേറ്റ് ആണ് ഇവിടെ x2 എന്ന് എടുത്തിരിക്കുന്നത്. x2 is equal to x1 minus ak. പിന്നെ അത് x1 അറിയാം, a അറിയാം, k അറിയത്തില്ലല്ലോ, അവിടെ നിൽക്കട്ടെ. ഇനി y2 എന്താണ്? y2വും സെയിം ഫോം ആണ്. y2 is equal to y1 minus bk. ഇവിടെ ak എന്ന് എടുത്തത് ഇവിടെ bk ആയെന്നുള്ളൂ. നമ്മൾ x2 കണ്ടുപിടിക്കാൻ x1ൽ നിന്നും ak മൈനസ് ചെയ്യുക, y2 കണ്ടുപിടിക്കാൻ y1ൽ നിന്നും bk മൈനസ് ചെയ്യുക. എയും ബിയും അറിയാം, x1 y1 അറിയാം. പിന്നെ എന്താ അറിയത്തില്ല? k എന്ന് പറയുന്ന ആ ഒരു നമ്പർ അറിയത്തില്ല. k എന്ന് പറയുന്ന ആ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നതിന് മറ്റൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല എന്തിനോട് സിമിലർ ആണ്? നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലൈൻ പറഞ്ഞപ്പോൾ ഒരു ഫോർമുല പറഞ്ഞു, ax1 plus by1 plus c the whole divided by root of a square plus b square. അതിന്റെ മോഡുലസ്. സോ ഇവിടെ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറൻസ് എന്തേ ഉള്ളൂ? ഡിനോമിനേറ്ററിൽ ആ സ്ക്വയർ റൂട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. k is equal to ax1 plus by1 plus c the whole divided by a square plus b square എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ k എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ആ k എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഈ പറയുന്ന x2 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനിലെ a into k യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ b into k യിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? x2 y2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് കിട്ടും. ദാറ്റ് ഈസ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് -1 3 to the line 3x minus 4y minus 16 is equal to 0. സോ ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ട്.
ആ ലൈനിൽ നിന്ന് മാറി കുറച്ച് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, കുറച്ച് മാറി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട്, അതിന്റെ കോർഡിനേറ്റ്സ് ആണ് അറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. x2 = x1 - ak ആൻഡ് y2 = എന്താണ്, y2 = y1 - bk. ഇവിടെ ആരൊക്കെ അറിയാം? x1 അറിയാം, x1 അറിയാം, y1 അറിയാം, then a അറിയാം, b അറിയാം, then k എന്താണെന്ന് അറിയത്തില്ല. k അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. k = ax1 + by1 + c is the whole divided by a² + b². അങ്ങനെയെങ്കിൽ ഇവിടെ എയും ബിയും സിയും x1 ഉം y1 ഒക്കെ നോക്കിക്കുക. x1 y1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ് x1 y1. ഇവിടെ -1 3, then ഇവിടെ a എന്ന് പറയുന്നത് 3 വരും, എക്സിന്റെ കോഎഫിഷ്യന്റ്, വൈയുടെ കോഎഫിഷ്യന്റ് ആണ് b, ദാറ്റ് ഈസ് -4. മാറിയിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് c -16. അതെല്ലാം എടുത്ത് കൊടുക്കുക, നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തത് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും, -31/25 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ത് കിട്ടും, k ആണെന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ k കിട്ടി, ദാറ്റ് ഈസ് -31/25. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2 = x1 - ak, ദാറ്റ് ഈസ് x1 എന്ന് പറയുന്നത് -1 - 3 ആണ്, a എന്ന് പറയുന്നത് 3 × -31/25. സോൾവ് ചെയ്ത് വരുമ്പോൾ 68/25 എന്ന് വരും. സോ x2ന്റെ കോർഡിനേറ്റ്സ് കിട്ടി. y2ന്റെ കോർഡിനേറ്റ്സും സിമിലർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. y2 = y1 - bk, ദാറ്റ് ഈസ് 3 - b എന്ന് പറയുന്നത് -4 വരും. k -31/25 ആണ്, മാറ്റമില്ല. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ -49/25 എന്ന് വരും. ദെൻ നമ്മുടെ കോർഡിനേറ്റ്സ് എന്താണ്, x2, y2 ആണ്. സോ x2, y2 എന്താന്ന് കിട്ടിയ ഫൈനൽ ആൻസർ 68/25, -49/25 എന്ന് വരും. അതാണ് നമ്മൾ എന്ത് ഇവിടുത്തെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരും. കോർഡിനേറ്റ്സ് ഓഫ് ഇമേജ് ഓഫ് എ പോയിന്റ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്ന ലാർജ് ലൈൻ ആണ്. ഇവിടാണ് എൽ എന്ന് പറയുന്ന ലൈൻ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax + by + c = 0. ഇങ്ങനെ ഒരു ഇക്വേഷനാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ ആ ലൈനിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്തെടുത്തു, ഒരു പോയിന്റ് എടുത്തു. ഒരു പോയിന്റ് x1 y1. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് എന്ത് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് എന്ത് വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്തായിരിക്കണം, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കണം. then ആ പെർപെൻഡിക്കുലർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എത്രയാണോ ഡിസ്റ്റൻസ്, ഇവിടെ ഈ പോയിന്റ് x1 y1 എന്ന് പറയുന്ന പോയിന്റ് ഈ എൽ എന്ന് പറയുന്ന ലൈനിൽ എത്രത്തോളം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നു, അത്രത്തോളം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാറ്റി ആ ലൈനെ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ പോയിന്റ് ആണ് ഇവിടെ qx2 y2 എന്ന് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, x1 y1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഈ ലൈൻ കഴിഞ്ഞുള്ള ഇമേജ് അല്ലെങ്കിൽ ലൈനിലുള്ള ഇമേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കോൺസെപ്റ്റ് പഠിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ പോയിന്റ് x1 y1 ഈ ലൈനിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നു എന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ അതിനുശേഷം ആ പോയിന്റ് ആ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ ആ പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു, ആ ലൈനിലെ ഇമേജ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതാണ് നമ്മളിവിടെ പഠിച്ച 3 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇമേജ് എന്നുള്ള കാര്യം വ്യക്തമായല്ലോ. എന്താണ് ഇമേജ്, ആ പോയിന്റ് x1 y1 എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ആ ഫിക്സഡ് ആയിട്ടുള്ള ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അവിടുന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അത്രയും ഡിസ്റ്റൻസ് മാറി തന്നെ നമ്മൾ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് മാറി നമുക്ക് താഴോട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അതേ ലൈനിൽ കിട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് x1 y1ന്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ അത് എടുത്തിരിക്കുന്നത് Q എന്ന് പറയുന്ന പോയിന്റ് x2 y2 ആണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. നേരത്തെ നമ്മൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ച ഇക്വേഷനകത്തേക്ക് ആ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ദാറ്റ് ഈസ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാൻ x2 is equal to x1 മൈനസ് ak എടുത്ത് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ആ x1ൻ്റെ ഇമേജ് കാണാൻ x2 is equal to ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ x2 രണ്ടും സെയിം ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇത് ഫൂട്ടാണ്, ഇത് ഫൂട്ടാണ്. അതേസമയം ഇതെന്താണ്? ഇത് ഇമേജ് ആണ്, ഇത് ഇമേജ് ആണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് ആർ ഗിവൺ ബൈ x2 is equal to x1 മൈനസ് 2ak ആൻഡ് ഇത് ശ്രദ്ധിക്കണം, x1 മൈനസ് 2ak ആൻഡ് y2 is equal to y1 മൈനസ് 2bk. k എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ax1 പ്ലസ് by1 പ്ലസ് c ദ ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അതാണെന്ത്? ഈ പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത്, പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. സോ ലാസ്റ്റ് നമുക്ക് ആ കോൺസെപ്റ്റിനകത്ത് പഠിക്കാനുള്ള കാര്യം അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. അസ്യൂമിങ് ദാറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻസ് വർക്ക് ആസ് ദ പ്ലെയിൻ മിറർ ഫോർ എ പോയിന്റ്, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ. അപ്പം ഈ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഇവിടുത്തെ എടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ x മൈനസ് 3y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതെന്താണെന്ന് പറയുന്നു? ഇതൊരു പ്ലെയിൻ മിറർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പോസിബിൾ ആയിട്ട് എന്ത് കിട്ടുന്നു? ഒരു ഇമേജ് കിട്ടുന്ന മിററാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആ നിൽക്കുന്ന പോയിന്റ് വെച്ചിട്ട് ആ പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. സോ ദ ഇമേജ് ഓഫ് ദ പോയിന്റ് 1, 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് ഇൻ ദ ലൈൻ x മൈനസ് 3y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പോയിന്റ് 1, 2 ആയതുകൊണ്ട് ഇതായിരിക്കും എന്ത്? x1 y1. ഇനി x മൈനസ് 3y പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ഇവിടെ a എന്ത് വരും? a is equal to 1 വരും. ആൻഡ് b എന്ത് വരും? y-ന്റെ കോഎഫിഷ്യന്റ് -3 ആയതുകൊണ്ട് -3 ആണ് b. ദെൻ ലാസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് c is equal to 4 എന്ന് കിട്ടും. എല്ലാം നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. x2 ആണ് ഇതിന്റെ ഇമേജ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എങ്കിൽ x2 is equal to x1 മൈനസ് 2ak ആണ്. ഇമേജ് പോയിന്റിന്റെ y കോർഡിനേറ്റ് y2 ആണെന്നുണ്ടെങ്കിൽ y2 is equal to y1 മൈനസ് 2bk ആണ്. ഇതിനകത്ത് ആരെ അറിയത്തില്ല? kനെ അറിയത്തില്ല. അപ്പോൾ k കണ്ടുപിടിക്കണം. k ax1 പ്ലസ് by1 പ്ലസ് c ദ ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നാണ്. അങ്ങനെയെങ്കിൽ അതിനകത്ത് വരുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a b c x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -1/10 എന്ന് എന്ത് കിട്ടും? kന്റെ വാല്യൂ കിട്ടും. ആ kന്റെ വാല്യൂ എടുത്ത് നമ്മുടെ x2 y2 കണ്ടുപിടിക്കാനുള്ള കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 6/5 7/5 എന്ന് എന്ത് കിട്ടും? നമുക്ക് ആ പോയിന്റിന്റെ ഇമേജ് കിട്ടും. സോ ദ ഇമേജ് ഓഫ് ദ പോയിന്റ് ഇൻ ദ ലൈൻ എന്ന് പറയുന്നത് 6/5 7/5 ആണ്. 6/5 x കോർഡിനേറ്റും y കോർഡിനേറ്റ് 7/5 ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Okay, thank you.